ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഈ ഒരു ലൈറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ചാർജ് എത്ര നേരം കിട്ടുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളും, അതിൻ്റെ ഉള്ളിലെ ബാറ്ററി, അങ്ങനത്തെ ഉള്ളിലുള്ള എന്താണെന്ന് കാണിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കോവ് LED നമുക്ക് ഫുള്ള്, അതായത് ഇതിൻ്റെ ഫുൾ ബ്രൈറ്റിൽ നമുക്ക് 15 മിനിറ്റ് മാത്രമേ ഫുൾ ചാർജിൽ കിട്ടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 4th ജനറേഷൻ വരുന്ന ഈ LED, ഇപ്പോൾ നമുക്ക് ലെൻസൊക്കെ വരുന്ന ഈ ഒരു LED നമുക്ക് ടോർച്ചായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 40 മിനിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 40 മിനിറ്റ് പറഞ്ഞാൽ അതിൽ അരമണിക്കൂർ നമുക്ക് ഫുൾ ബ്രൈറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് ഒരു 15 മിനിറ്റ് കുറച്ച് വെളിച്ചം കുറയുന്നത്, ഇത്രയും ഹൈ ബ്രൈറ്റ് വരുന്നില്ല. അപ്പോൾ ഏകദേശം വെളിച്ചം കുറഞ്ഞത്, അതായത് നമ്മുടെ ബാറ്ററി, ഏതൊരു ബാറ്ററി ആയാലും നമുക്ക് ആംബിയർ കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനോടും കുറച്ച് ബാധിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു വോൾട്ടേജിനെ ബാധിക്കുന്നത് കൊണ്ട് ആ ചെറിയൊരു ബ്രൈറ്റ്നസ് ഇപ്പോൾ നല്ല ബ്രൈറ്റാണ്. അപ്പോൾ ഈ ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്നതിന് ശേഷം നമുക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 15 മിനിറ്റ് ഇത് കിട്ടി, ഈ ഒരു നമ്മൾ കോവ് LED, ഈ ഒരു LED ഏകദേശം 15 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ആവശ്യത്തിലൊന്നും നടക്കില്ല, ചെറിയൊരു ആവശ്യം നടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ടോർച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം 40 മിനിറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു LED നമ്മൾ കാറിലൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ സുഖമാണ്, ഹെഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബൈക്ക് അങ്ങനെയൊക്കെ ഏതെങ്കിലും കാരണവശാൽ ഹെഡ്ലൈറ്റൊക്കെ കംപ്ലൈൻറ്റ് ആവാനൊക്കെ ചെറിയൊരു യൂസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഓണാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഹെഡിൽ ഇങ്ങനെയാണ് വരിക, അപ്പോൾ ഇങ്ങനെ മുന്നോട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പവർ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓഫാക്കാം. ഈ ഒരു മുകളിലത്തെ ഭാഗത്താണ് ഈ പവർ സ്വിച്ച് എങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സമയത്ത് ഇങ്ങനെ തപ്പിയിട്ട് നമുക്ക് ശരിക്കും കാണുന്നില്ല, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ സെൻസർ ഉള്ളതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ സെൻസർ എപ്പോഴൊന്നും വർക്കിംഗ് കറക്റ്റ് ആവുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് ആ സെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൈ വെക്കുന്നത് പോലെ തന്നെ ആ സെൻസർ IR റിസീവറും ടച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് ഓഫായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണ് ഏറ്റവും സുഖം. ചെറിയ വർക്കിനും ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനത്തെ വർക്കുകൾക്കൊക്കെ നല്ല സ്പോട്ട്, നല്ല പോയിൻ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ നമുക്ക് ഈ ലൈറ്റ് തന്നെ യൂസ് ചെയ്യാം. ഈ പോയിൻ്റ് ലൈറ്റ് നമുക്ക് നല്ല യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ബോർഡിലേക്കൊക്കെ നല്ല വർക്ക് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് IPX4 ആണ് പറയുന്നത്. 4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വർക്ക് ചെയ്യില്ല. കാരണം ഈ ഒരു, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നനയ്ക്കാനോ അങ്ങനെയൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഇവിടേക്ക് വന്നിട്ട് ഡ്രോപ്പായിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ വലിയ രീതിയിൽ നനവ് വരില്ല. നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വാട്ടർ പ്രൂഫ് അല്ല. 4 പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം. ഈ ഒരു പാക്കിങ് അറിയാൻ അറിയാത്തൊന്നുമില്ല. ഈ ഒരു റബ്ബറിൻ്റെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന നമുക്ക് കാണാം, നമ്മുടെ ഈ ഒരു കോവ് LEDക്ക് പോകുന്ന കണക്ഷൻ പോകുന്നുണ്ട്. ഇവിടുന്ന് 2 വയർ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന നമ്മുടെ ഈ ഒരു ലെൻസ് വരുന്ന ഇതും, ഈ ഒരു ബോർഡിൽ കാണാൻ നിങ്ങൾക്ക് IR റിസീവറും IR ട്രാൻസ്മിറ്ററും, അങ്ങനെ ചെറിയ മൈക്രോ 2 സ്വിച്ചും വരുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ കാര്യത്തിൽ വരുന്ന ഈ ഒരു ബാറ്ററി ഇത് വരുന്നത്. പിന്നെ മുകളിൽ നമ്മൾ റബ്ബറിനെ പോകുന്ന ചെറിയൊരു കേസ്, ഈ ലോക്ക് ബോർഡ് സിസ്റ്റം ആണ്. ഇതൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ ഉള്ളൂ ഇതിൻ്റെ ലോക്കിങ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാം. അപ്പം ബോർഡ് നമുക്ക് അതേപോലെ ഈ ഒരു ലൈറ്റ് LED ലെൻസ് വേണ്ട ഒരു കിണ്ണൊക്കെ വരുന്നുണ്ട്. അതിലൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിണ്ണാണിത്. പിന്നെ അപ്പോൾ ഈ ഒരു LED ആണ് നമ്മളെ സാധാരണ നമ്മളെ ചൈന ടോർച്ചിലൊക്കെ വരുന്ന പോയിൻ്റ് വരുന്ന ആ ഒരു ഇതിൽ ലെൻസ് വരുന്നുണ്ട് ഈ ഒരു LEDയിൽ. ഇപ്പോൾ 4th ജനറേഷനിൽ വരുന്ന LED ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ബാക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ബാറ്ററിക്കുള്ള സ്പേസ് ഉണ്ട്.
ഇതിൻ്റെ 2 വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഒന്നാണ് വെച്ചത്. അപ്പോൾ ഇത് ഒന്നായതുകൊണ്ട് ഞാൻ 1200 mAh എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇത് 600 mAh ഉള്ളൂ. അപ്പോൾ ഈ ഇതിൽ 2 വരികയാണെങ്കിൽ നമുക്ക് 1200 ഉണ്ടാവും. അപ്പോൾ ഇതിൽ കട്ടിങ്ങിൽ അവിടെ കൊടുത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം കിട്ടും. ഇതിൽ ബാറ്ററി വാങ്ങുകയാണെങ്കിൽ 1200 mAh നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് 4 വോൾട്ടേജിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറഞ്ഞ കമ്പോണൻസ് വരുള്ളൂ. SMD റെസിസ്റ്റൻസും അതേപോലെ തന്നെ 3 SMD ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ IR റിസീവറാണ് ബ്ലാക്ക് വരുന്നത്. അതേപോലെ വൈറ്റ് വരുന്നത് IR ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ നമ്മുടെ റിമോട്ടിലൊക്കെ വരുന്നതാണ് ഈ വൈറ്റ് വരുന്നത്. അപ്പോൾ റിസീവർ നമ്മൾ റിമോട്ടിലൊക്കെ സാധാരണ TV-ലൊക്കെ വരുന്നത് നമുക്ക് വേറെ 3 കാലുള്ള ടൈപ്പാണ് വരിക. ഇത് വേറെ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് LED എന്നും പറയും. അപ്പോൾ ഈ ഒരു ഇതിൽ അപ്രോക്സിമേറ്റ് സെൻസർ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ സെൻസർ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ വർക്കിംഗ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിത് ആക്ടിവേഷൻ ആക്കുന്ന സമയത്ത് ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് കാണാം അപ്പോൾ വർക്ക് ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാം 3 SMD വരുന്നുണ്ട്. 3 SMD ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു 3 SMD ട്രാൻസിസ്റ്ററിൽ ഒന്ന് നമുക്ക് ഈ ഒരു LED പവർ ചെയ്യിക്കാനും അതേപോലെ തന്നെ നമുക്ക് കോവ് LED പവർ ചെയ്യിക്കാനും പിന്നെ നമുക്ക് അടുത്ത ഒരു ട്രാൻസിസ്റ്റർ വരുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ വർക്കിംഗ് കിട്ടുന്ന IR സെൻസറും ഇതും റിസീവറും വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഓണും ഓഫും ആക്കാൻ വേണ്ടി നമുക്ക് കൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്ററിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു മൈക്രോ സ്വിച്ച് നമുക്ക് കാണാം. ഇത് നമുക്ക് പവർ ചെയ്യാനും ഇത് നമുക്ക് സ്വിച്ച് ആക്ടിവേഷൻ ചെയ്യാനാണ്. പിന്നെ നമുക്ക് LED നമുക്ക് അവിടെ കാണാം. റെഡും ഗ്രീനും ഇവിടെ എടുത്ത് കാണുന്ന ഈ രണ്ടും അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെഡ് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓണാവും. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെയും നമുക്കിത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ടിവേഷൻ ഒഴിവാക്കുന്ന സമയത്ത് ആ ഗ്രീൻ ഒഴിവായി റെഡ് മാത്രം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇത്രേ ഈ ബോർഡിൽ വരുന്നുള്ളൂ. അപ്പം ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് ഷെയർ ചെയ്യാണ് മറ്റുള്ളവർക്കൊരു ഉപകാരമാവും. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.